നമസ്കാരം. ഒടുവിൽ വാക്കു പാലിച്ചിരിക്കുകയാണ് ഇസ്രയേൽ. ഇസ്രയേൽ ഹമാസ് വെടിനിർത്തൽ കരാറിനെ തുടർന്ന് ഗാസയെ രണ്ടായി വിഭജിക്കുന്ന നീക്കത്തിൽ നിന്ന് ഇസ്രയേൽ സൈന്യം തിങ്കളാഴ്ച രാവിലെ പിൻവാങ്ങി. അതേസമയം കടന്നൽ കൂട്ടത്തിൽ കല്ലെറിയുന്ന പോലെയാണ് ഇസ്രയേൽ പ്രധാനമന്ത്രി സൗദി അറേബ്യയിൽ പാലസ്തീന് ഒരു പുതിയ രാഷ്ട്രം സ്ഥാപിക്കാൻ ആഹ്വാനം ചെയ്തത്. അവർക്കവിടെ ധാരാളം ഭൂമിയുണ്ടെന്നും അതുകൊണ്ട് പാലസ്തീന് രാഷ്ട്രം അവിടെ സ്ഥാപിക്കാൻ കഴിയുമെന്നുമാണ് നെതന്യാഹു പറയുന്നത്. പലസ്തീൻ രാഷ്ട്രം രൂപീകരിച്ചാൽ മാത്രമേ ഇസ്രയേലുമായുള്ള ബന്ധം സാധാരണ നിലയിലാകൂ എന്ന് നേരത്തെ തന്നെ സൗദി പ്രഖ്യാപിച്ചിരുന്നു. എന്നാൽ നെതന്യാഹുവിന്റെ പ്രസ്താവനയെ സൗദി ശക്തമായ ഭാഷയിൽ അപലപിച്ചു. പലസ്തീൻ ജനതയുടെ അവകാശത്തിൽ എന്നും ഉറച്ചു നിൽക്കുമെന്നും അതിൽ നിന്ന് അത് എടുത്തുമാറ്റാൻ ആർക്കും കഴിയില്ല എന്നും സൗദി കൂട്ടിച്ചേർത്തു. എന്നാൽ ഹമാസുമായുള്ള വെടിനിർത്തൽ കരാറിന്റെ ഭാഗമായി ഗാസയിലെ പ്രധാന മേഖലയിലൊന്നായ നെറ്റ്സാറിം കോറിഡോറിൽ നിന്ന് സൈന്യത്തെ പിൻവലിച്ചു തുടങ്ങിയതായി ഇസ്രയേൽ കഴിഞ്ഞ ദിവസം അറിയിച്ചിരുന്നു. 6 കിലോമീറ്റർ വരുന്ന നെറ്റ്സാറിം കോറിഡോറിൽ നിന്ന് സൈന്യത്തെ പിൻവലിക്കാനാണ് കരാറിൽ ധാരണയായിട്ടുള്ളത്. വടക്കൻ തെക്കൻ ഗാസ പ്രദേശങ്ങളെ ബന്ധിപ്പിച്ചുള്ള ഈ പ്രദേശത്താണ് സംഘർഷകാലത്ത് ഇസ്രയേൽ സൈന്യം താവളമാക്കിയിരുന്നത്. അതോടൊപ്പം വെടിനിർത്തൽ കരാറിനെ തുടർന്ന് നെറ്റ്സാറിം കോറിഡോർ വഴി കടന്നു പോവാൻ ഇസ്രയേൽ സൈന്യം പാലസ്തീനികളെ അനുവദിച്ചിരുന്നു. ഇതിനുശേഷം യുദ്ധബാധിത മേഖലയായ വടക്കൻ ഗാസയിലേക്ക് ആയിരക്കണക്കിന് ആളുകളാണ് കാൽനടയായും വാഹനങ്ങളിലും ഇതുവഴി കടന്നുപോയത്. പരിശോധനകളില്ലാതെയാണ് ഇവരെ കടത്തിവിട്ടിരുന്നത്. പ്രദേശത്തു നിന്ന് എത്രത്തോളം സൈനികരെ പിൻവലിച്ചുവെന്ന് ഇതുവരെ വ്യക്തമായിട്ടില്ല. നെറ്റ്സാറിം കോറിഡോറിൽ നിന്ന് സൈന്യത്തെ പിൻവലിക്കുന്നുണ്ടെങ്കിലും ഇസ്രയേലുമായും ഈജിപ്തുമായുമുള്ള ഗാസയിലെ അതിർത്തി മേഖലയിൽ ഇസ്രയേൽ സൈന്യം ഇപ്പോഴും തുടരുന്നുണ്ട്. ഇസ്രയേൽ ഭരണകൂടത്തിന്റെ സായുധ സേന നെറ്റ്സാറിം ഇടനാഴിയിൽ നിന്ന് പിൻവാങ്ങൽ പൂർത്തിയാക്കിയതായും പാലസ്തീനികൾ ഉപരോധിക്കപ്പെട്ട ഗാസ മുനമ്പിന്റെ വടക്കൻ പ്രദേശങ്ങളിലേക്ക് മടങ്ങാൻ തുടങ്ങിയതായും മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. പാലസ്തീനികളെ വടക്കൻ ഗാസയിലേക്ക് മടങ്ങാൻ അനുവദിച്ചതിന് പകരമായി 6 ഇസ്രയേലി തടവുകാരെ മോചിപ്പിക്കുന്നതിന് ഹമാസുമായുള്ള കരാറിനെ തുടർന്ന് ഇസ്രയേൽ ഭരണകൂടത്തിന്റെ സേന തിങ്കളാഴ്ച ഇടനാഴിയിൽ നിന്ന് പിൻവാങ്ങാൻ തുടങ്ങി. 2023 ഒക്ടോബർ 27-ന് ഇസ്രയേൽ സൈന്യം ഈ പ്രദേശം പിടിച്ചടക്കുകയും ഇടനാഴി സ്ഥാപിക്കുകയും ചെയ്തു. വടക്കൻ ഗാസയിലേക്ക് കുടിയിറക്കപ്പെട്ട പാലസ്തീനികളുടെ തിരിച്ചുവരവ്, തടവുകാരുടെ കൈമാറ്റ കരാർ, നെറ്റ്സാറിം ഇടനാഴിയിൽ നിന്ന് ഇസ്രയേൽ സേനയുടെ പിൻവാങ്ങൽ എന്നിവ കാണിക്കുന്നത് ഗസ കീഴടക്കാനുള്ള അധിനിവേശക്കാരുടെ ശ്രമങ്ങൾ പരാജയപ്പെട്ടുവെന്ന് പാലസ്തീൻ ജനതയുടെ ദൃഢതയും അവരുടെ പോരാളികളുടെ നിശ്ചയദാർഢ്യവുമാണ് കാണിക്കുന്നതെന്നാണ് ഹമാസ് ഞായറാഴ്ച പറഞ്ഞത്. 15 മാസത്തെ വംശഹത്യയിലൂടെയും പട്ടിണിയിലൂടെയും പാലസ്തീനികളെ ഗാസയിൽ നിന്ന് കുടിയിറക്കാനുള്ള ഇസ്രയേൽ ഭരണകൂടത്തിന്റെ ലക്ഷ്യം ഫലപ്രദമല്ലെന്ന് തെളിയിക്കപ്പെട്ടതായി പ്രസ്ഥാനം കൂട്ടിച്ചേർത്തു. ഈജിപ്ത്, ഖത്തർ, അമേരിക്ക എന്നിവയുടെ മധ്യസ്ഥതയിൽ ജനുവരി 19-ന് ഗാസ വെടിനിർത്തൽ കരാർ നിലവിൽ വന്നു. അതേസമയം ഹമാസിന്റെ തടവിലുള്ള കൂടുതൽ ഇസ്രയേലി ബന്ദികളെ വിട്ടുകിട്ടുന്നതിനുള്ള വെടിനിർത്തൽ കരാറിന്റെ ഭാഗമായുള്ള 2ാം ഘട്ട ചർച്ചകൾ പുരോഗമിക്കുകയാണ്. കരാറിന്റെ ഭാഗമായി ഇതിനകം 100 കണക്കിന് പാലസ്തീൻ തടവുകാരെ ഇസ്രയേൽ മോചിപ്പിക്കുകയും ജനങ്ങൾക്ക് ആവശ്യമായ സഹായങ്ങൾ എത്തിക്കുകയും ചെയ്യുന്നുണ്ട്. ഇതിന് പകരമായി ഇസ്രയേലി ബന്ദികളെ ഹമാസ് മോചിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഗാസയിൽ നിന്ന് സൈനികരെ പൂർണ്ണമായി പിൻവലിക്കുന്നത് ഭാവിയിൽ ചർച്ചയായേക്കും. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി. നിങ്ങൾക്കും ആനന്ദ മീഡിയയുടെ പ്രേക്ഷകരിൽ ഒരാളാകണ്ടേ? യൂറോപ്പിലും US-ലും ആഫ്രിക്കയിലും അടക്കം പ്രവാസികൾ ഉള്ളയിടങ്ങളിലൊക്കെ ജനപ്രിയ ചാനലുമായി ആനന്ദ് മീഡിയ ഒപ്പമുണ്ട്. ഏഷ്യാനെറ്റ് ഫ്ലവേഴ്സ് അടക്കം നിങ്ങളുടെ വിരൽത്തുമ്പിലെത്തും. ആദ്യം റോക്കു ബോക്സ് സ്വന്തമാക്കുക. അതിൽ നിന്നും ആനന്ദ് മീഡിയ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്യുക. എന്നിട്ട് 02085866511 എന്ന നമ്പറിൽ ഞങ്ങളുടെ കസ്റ്റമർ കെയറിൽ ബന്ധപ്പെടുക. അല്ലെങ്കിൽ +91 735 660 3747 എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. ആനന്ദ് മീഡിയയുടെ സേവനങ്ങൾ സ്വന്തമാക്കുക. മറ്റു ചാനലുകൾക്കൊപ്പം ആനന്ദ് TVയും എൻജോയ് ചെയ്യുക.